സന്തോഷകരമായ ഈ പകൽക്കാലത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങളെ ഏവരെയും കണ്ടതില് വളരെയധികം സന്തോഷിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യും. നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ അയൽപക്കങ്ങളിൽ നിങ്ങളെ ദൈവം ഓരോ നിലകളില് ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ ഇവിടെയെല്ലാം നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വഴികൾക്കായിട്ട് ദൈവത്തിന് നന്ദി. ഇന്ന് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. വളരെ ശ്രദ്ധയോടെ തിരുവെഴുത്തുകൾ നമുക്ക് പരിശോധിക്കാം. കർത്താവിന്റെ വചനത്തിന് മാത്രമേ നിത്യതയിലേക്കുള്ള പാതയിൽ നമ്മളെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു ഊർജം തരാൻ കഴിയും. വണ്ടിക്ക് ഇന്ധനം വേണം, അല്ലേ? നമുക്ക് ആഹാരം വേണം. പക്ഷേ നിത്യതയിലേക്കുള്ള പാതയിൽ നമ്മളെ നയിക്കാൻ നമുക്ക് ഊർജം തരുന്നത് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവുമാണ്. അതുകൊണ്ട് ആ ഊർജം നമ്മൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഇന്ധനം, നിത്യയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ട ഇന്ധനം, അതിന്റെ സ്രോതസ് ദൈവത്തിന്റെ വചനം മാത്രമാണ്. ദൈവത്തിന്റെ ആത്മാവ് പോലും പ്രവർത്തിക്കുന്നത് ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന സത്യം നമ്മൾ ആരും വിസ്മരിക്കുന്നത്. ആ ബോധത്തോടെ ദൈവവചനത്തിന്റെ മൂല്യങ്ങൾ എന്താണെന്ന് വളരെ ജാഗ്രതയോടെ നമ്മൾ കൈക്കൊള്ളുകയും അതെന്താണ് നമ്മളോട് പരിശുദ്ധാത്മാവിൽ ആ ഊർജം നമ്മിൽ പകരുന്നത്, എന്തിനാണ്? നമുക്ക് യാത്ര ചെയ്യണം, നമുക്ക് ഈ ഓട്ടം ഓടണം, നമുക്ക് അക്കരെ നാട്ടിലെത്തണം. അത് തന്നെയല്ലേ നമ്മുടെ ലക്ഷ്യം. നിത്യസന്തോഷത്തിലേക്ക്, നിത്യസമാധാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ പാടിയ പാട്ടുകളിലൂടെ എല്ലാം ഏതെങ്കിലുമൊക്കെ സത്യം നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതട്ടെ. നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ, അനാഥമാണെന്നുള്ള തോന്നൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അലട്ടാറുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പാടിയ ഈ പാട്ടുകളുടെ വരിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചുവോ? ഏതെങ്കിലും ആത്മീയ സത്യങ്ങളാൽ ദൈവം നിങ്ങളെ ഉറപ്പിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് നിത്യമായ ഒരു മിത്രമുണ്ടെന്നും നമുക്ക് പോകാൻ ഒരു വീടുണ്ടെന്നും ഉള്ള ആ സത്യം നമ്മളെ ഉറപ്പിക്കട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിക്കും. നമുക്കൊരു നാടുണ്ട്, സ്വന്തമായ ഒരു നാട്. ആ ഉറപ്പ് നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇത് കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് ഒരു ഹാരോൾഡ് മാത്രമേ ഉള്ളൂ, അല്ലേ? ഹാരോൾഡിന് ദൈവം വെടിവെച്ചതിനായിട്ട് ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് നമുക്ക് കരുമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. ഹാരോൾഡിന് ഫീവറിന്റെ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് കൊടുത്ത വിടുതലായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഐ തിങ്ക് ഹി ഈസ് കംപ്ലീറ്റ്ലി നോർമൽ, അല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റാരും തന്നെ എനിക്ക് തോന്നുന്ന നിങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്, അല്ലേ? താങ്ക് യു, ദാറ്റ്സ് ഗ്രേറ്റ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ചിന്തിക്കാം. അപ്പൊ നിങ്ങളും ഇന്ന് സൺഡേ സ്കൂൾ നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ ശ്രദ്ധയോടെ ഈ വാക്യങ്ങൾ, പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് നിങ്ങളെ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രാപ്തിയുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മളെ ചിന്തിക്കുന്ന വചന സത്യങ്ങളിലെ ഒരു വാക്ക് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. ആ വാക്യം, ആ പശ്ചാത്തലത്തിൽ ആ വാക്യമല്ല ഇന്ന് ധ്യാനിക്കുന്നതെങ്കിലും ആ വാക്യത്തിലെ ഒരു വാക്കാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ എടുക്കുന്നത്. ശ്രദ്ധിക്കൂ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഞാൻ ആ ആദ്യത്തെ ഭാഗം അങ്ങ് വിടുക. കാരണം ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ ആ വാക്യത്തെ കുറിച്ച് വിശദീകരിക്കാനാണെന്ന് തോന്നിപ്പോകുന്നതുകൊണ്ട് ആദ്യത്തെ ഭാഗം വിടുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീയ സത്യം ദൈവത്തിന്റെ കൈ എന്ന വിഷയത്തെക്കുറിച്ചാണ്.
ദൈവത്തിന് കൈയുണ്ടോ? Have you ever thought about it? ദൈവം ആത്മാവാകുന്നു എന്നും അദൃശ്യനാണെന്നും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണെന്നുമുള്ള സത്യമാണ് പ്രബലമായിട്ട് ദൈവത്തിന്റെ വചനത്തിലുള്ളത്. പക്ഷെ ദൈവ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് കൈയുണ്ട്, കാലുണ്ട്, കണ്ടുണ്ട് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ ഉടനീളം കാണാം. അത് ദൈവത്തിന് മനുഷ്യന് സമാനമായ കയ്യോ മനുഷ്യന് സമാനമായ കണ്ണോ ആണെന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. although മനുഷ്യരൂപമെടുത്ത ക്രിസ്തുവിന് ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് ജീവിച്ചത് എവിടെയായിരുന്നു? പലസ്തീൻ നാട്ടിലായിരുന്നു, അല്ലേ? പരിമിതമായ ഒരു ഭൂപ്രദേശത്താണ് അവിടുന്ന് ജീവിച്ചത്. അവിടുത്തെ കരം പ്രവർത്തിച്ചത്, ലിറ്ററലായിട്ട് അവിടുന്ന് തൊട്ടത്, കണ്ടത് തൻ്റെ അടുക്കൽ നിന്ന ആളുകളായിരുന്നു. ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അനന്തനായ മഹത്വപൂർണനായ ദൈവം പരിമിതിക്കകത്തേക്ക് വന്നു എന്നുള്ളതാണ്. പരിമിതനായി എന്നുള്ളതാണ്. ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ബീയിങ്. നമ്മൾ ഈ മൂവികളിലൊക്കെ കാണുന്നുണ്ട്, ഒരാൾ 1000 പേരെ അടിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ പിടിച്ചു വലിച്ചെറിയുന്നതൊക്കെ കാണാറുണ്ട്. അതൊക്കെ മൂവിയിലേ നടക്കൂ. നമ്മുടെ ഈ കൈക്കൊന്നും അത്രയൊന്നും, ഒരാളെ ശരിക്കൊരു അടി കൊടുത്താൽ രണ്ടാമതൊന്നും അടിക്കാൻ നമുക്ക് ശരിക്കും ബലമില്ല. ശരിയാണോ പറഞ്ഞത്? നമ്മുടെ കൈ പരിമിതമാണ്. ഇപ്പൊ ദൈവത്തിന്റെ കൈ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ അതിനെക്കുറിച്ച് ചില പരിമിതമായ ചിന്തകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ സത്യത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സത്യം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And certainly this word has come to me. ഈ ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഇന്ന് സംസാരിക്കേണ്ട വിഷയവുമായി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു വാക്കാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. The hand of God, ദൈവത്തിൻ്റെ കൈ. അതിനുശേഷമാണ് ഞാൻ ഈ വചനഭാഗങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ കൈ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്നോടൊപ്പം നിങ്ങൾ ചിന്തിക്കണം. ഒരപ്പന് അമ്മയ്ക്കും 10 മക്കളുണ്ടെങ്കിൽ നമ്മളൊന്ന് കരം നീട്ടിപ്പിടിച്ചാൽ എത്ര പേർക്ക് ആ കരത്തെ തൂക്കാൻ പറ്റും? എത്ര പേർക്ക് പറ്റും? എത്ര നേരം നമുക്ക് തൂങ്ങാൻ പറ്റും? ഇനി ഒരു കുഞ്ഞാണെങ്കിൽ പോലും ഒരു പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ നമ്മുടെ കൈയുടെ പരിമിതിയെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് എത്ര നേരം പറ്റും? കുറച്ചു നേരേ പറ്റുള്ളൂ. ശരിയല്ലേ? എല്ലാ മക്കൾക്കും ഒരുമിച്ച് തൂങ്ങാൻ പോലും ഉള്ള ബലം നമ്മുടെ കരങ്ങൾ കൊണ്ടോ? കൊച്ചു പ്രായത്തിൽ നമ്മൾ പരിമിതിയില്ലാത്ത ദൈവത്തിന്റെ പ്രവൃത്തിയെയും മഹത്വത്തെയും ശക്തിയെയും കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൈ എന്നതുകൊണ്ട് വചനത്തിൽ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ കൈയെ കുറിച്ച് നമുക്ക് ദൈവത്തിന്റെ ഹാൻഡ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ കൈയെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവം മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ചില സാഹചര്യങ്ങളിൽ ഫിസിക്കൽ ഫോം എടുത്തത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ക്രിസ്തുവിന്റെ പ്രതീകമായിട്ടാണ് വന്നതെന്നുള്ളത്. ദൈവത്തിന് ഫിസിക്കൽ ഫോം എടുക്കാൻ കഴിയും എന്നതിന്റെ തെളിവായിട്ട് പഴയ നിയമത്തിൽ പോലും പല ഘട്ടങ്ങളിലും നമ്മൾ അത് കാണുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്ന് ബൈബിൾ പറയുന്നത്? ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. ഫിസിക്കൽ ഫോം ഉള്ളതാണ് നമുക്ക്. പക്ഷെ ഈ കൈയുടെ കാലിന്റെ എല്ലാ ഫങ്ഷൻസും ആ സാദൃശ്യം പേരുമ്പോൾ അതിന്റെ ലിറ്ററലായ അർത്ഥത്തിൽ ഈ എല്ലാ പ്രവൃത്തിയുടെയും ഒരു ക്രോഡീകരിച്ച ഭാവം തന്നെയാണ് ദൈവം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കണ്ണുകളെ കുറിച്ച് പറയുന്നത്. പക്ഷെ പരിമിതമായ നമ്മുടെ കണ്ണുപോലെയല്ല.
ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെ പ്രവർത്തിക്കാൻ, ഒരേപോലെ കാണാൻ കഴിയുന്ന കണ്ണുകൾ, എല്ലാവരുടെയും ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിയാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ദൈവം. എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്ന പറഞ്ഞ എല്ലാം ഒരേ സമയത്ത് ലോകത്തിലുള്ള എല്ലാ ക്യാമറകൾ പ്രവർത്തിച്ചപ്പോൾ അത് നടക്കത്തില്ല. ഇത് ദൈവത്തിന്റെ കൈയെ കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ചാണ് നമ്മൾ അവിടെ കാണുന്നത്. സൃഷ്ടി എങ്ങനെയാണ് നടന്നതെന്ന്, യാക്കോബേ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ എന്റെ വാക്ക് കേൾക്കാം, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു. അടുത്ത വാക്യം 13-ാമത്തെ വാക്യം, എന്റെ കൈ. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അടിസ്ഥാനം എന്നൊരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് കുഴിക്കാൻ മണ്ണ് വേണം, അല്ലെ? നമുക്ക് എന്തെങ്കിലും റോ മെറ്റീരിയൽ വേണം. ശൂന്യത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് ദൈവമാണ് എന്ന് വെച്ചാൽ അത് രൂപകൽപ്പന ചെയ്ത, ഇത് ഏത് വിധത്തിൽ പാർപ്പാൻ വേണ്ടി സൃഷ്ടിച്ച ഈ ഭൂമിക്ക് രൂപകൽപ്പന ചെയ്തത് അതിന് അടിസ്ഥാനമിട്ടത് ദൈവത്തിന്റെ കൈയാണെന്ന് വചനം പറയുന്നു. അപ്പൊ ഇത് നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് എന്താ പറയുന്നത്? സൃഷ്ടി ദൈവത്തിന്റെ കൈയാൽ അടിസ്ഥാനമിട്ട് രൂപകൽപ്പന ചെയ്തതാണ്. എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു, ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. എന്റെ വിരലുകളുടെ പണിയായ ആകാശം. അപ്പൊ ദൈവത്തിന്റെ കൈയാണ് സൃഷ്ടിയുടെ പുറകിൽ പ്രവർത്തിച്ചുവെന്നും വെറുതെ ഒരു കണക്കില്ലാതെ സൃഷ്ടിക്കപ്പെട്ടതല്ലെന്നും കൃത്യമായ രൂപകൽപ്പനയോടെ, കൃത്യമായ അടിത്തറകൾ പാകി, കൃത്യമായ ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണിത്. ഭൂമിയെ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചെന്ന വചനം പറയുന്നത്? വാക്കാനായി. അപ്പൊ ഇത്രയും ഇന്ന് കോടാനകോടി നക്ഷത്ര വ്യൂഹങ്ങളെ ദൈവം മനുഷ്യൻ കണ്ടുപിടിച്ചുവെങ്കിലും ഇത്രമാത്രം മനോഹരമായി, ഇത്രമാത്രം ബ്യൂട്ടിഫുള്ളായി, ജനവാസ യോഗ്യമായി ഇതുവരെ ഒന്നും കണ്ടെത്തിയില്ലല്ലോ. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടെത്തിയോ? ഇത് നോക്കുമ്പോ, ഇതിനെ ഞാൻ വീക്ഷിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ കൈ മനുഷ്യന്റെ കൈയല്ല, മനുഷ്യന് സമാനമായ കൈയല്ല, ആ പരിമിതികളില്ലാത്ത ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ബോധമാണ് എന്നിലേക്ക് വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ ശക്തിയെ കുറിച്ച്, പ്രാപ്തിയെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമാണ് ദൈവത്തിന്റെ കൈ എന്ന് പറയുന്ന ഒന്നാമത് നമ്മൾ വരേണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം അതാണ്. സൃഷ്ടിയുടെ പുറകിൽ കൃത്യമായി പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം. മനുഷ്യൻ എപ്പോഴും കരം എന്ന് പറയുമ്പോൾ മനുഷ്യനുമായിട്ട് തട്ടിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. മനുഷ്യന്റെ ശക്തിയോ പരിമിതികളോ ഒന്നും ദൈവത്തിന് ബാധകമല്ല. നമുക്ക് മാത്രമാണ് പരിമിതി ഉള്ളതെന്നും പരിമിതിയില്ലാത്ത ദൈവത്തിന്റെ ഒരു കരമാണ് സൃഷ്ടിയുടെ പുറകിൽ പ്രവർത്തിച്ചതെന്നും നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന്റെ കൈയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പൊ ഇത്രമാത്രം ഒരു ഭക്തൻ പറഞ്ഞത്, ലോകത്തിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും ദൈവത്തിന് പേര് വിളിക്കാമെങ്കിൽ നിങ്ങളുടെ പേര് ദൈവത്തിന് അറിയാമോ എന്ന് നിങ്ങൾ സന്ദേഹിക്കരുതെന്ന്. ഭൂമിയുടെ പ്രവർത്തനത്തെ സെക്കൻഡ് ബൈ സെക്കൻഡ് അല്ല, സ്പ്ലിറ്റ് സെക്കൻഡുകളായിട്ടാണ് ദൈവം ഇതിനെ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച്, നിങ്ങളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് കൃത്യമായ കാഴ്ചയുണ്ട്, അറിവുണ്ട്. എന്നെ വളരെ ബലപ്പെടുത്തുന്ന ഒരു വാക്യം, 2 കാശിന് 5 കുരികിനെ വിൽക്കുന്നില്ലയോ എന്നൊരു വാക്യമുണ്ട്, അല്ലെ? 5 കുരികിൽ, 1 കാശിന് 2 കുരികിലാണ്, 2 കാശിന് 4 കുരികിലാണ്. എന്നാൽ 5 കുരികിൽ എന്ന് പറഞ്ഞാൽ 5ാമത്തെ വെറുതെ നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. അന്ന് മുതലേ ഉണ്ടത്.
ഇന്നത്തെ ലുലു മോൾ കണ്ടുപിടിച്ചതല്ല ഓഫർ, അന്ന് മുതലേ ഉണ്ട്. 2 കാശിന് 2 എണ്ണം എടുത്താൽ 5 2 കാശ് കൊടുത്താൽ 5 കുരുകിൽ കിട്ടും. അപ്പൊ അവയിൽ ഒന്ന് നിലത്ത് വീണാലും അറിയുന്ന ഒരു ദൈവം ഈ കാടിന്റെ ഉള്ളിൽ എത്രായിരം കിളികളുണ്ടെന്നും ആ എത്ര ബലഹീനമായ കിളികളുണ്ടെന്നും അവയിൽ ഒന്ന് താഴെ വീണാൽ പോലും അറിയുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മുടെ പുറകിൽ പ്രവർത്തിക്കുന്നു എന്നത് ഇന്ന് എത്ര പേരെ ധൈര്യപ്പെടുത്തുന്നു എന്ന് എനിക്കറിയാം. സൃഷ്ടിയുടെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ പ്രധാനമാണത്. എന്റെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളിലും എന്റെ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനങ്ങളിലും ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ കരം. സൃഷ്ടിയുടെ പുറകിൽ സൃഷ്ടിയുടെ പുറകിൽ കൃത്യമായ അടിസ്ഥാനങ്ങളിട്ട്, ഭൂമിക്ക് അടിസ്ഥാനമിട്ട് സകലത്തെയും വിളിച്ചു വരുത്തി അല്ലെങ്കിൽ സകലത്തെയും രൂപകൽപ്പന ചെയ്തു. അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ സൃഷ്ടിയുടെ മണിമകുടമായ, സൃഷ്ടിയുടെ പരമമായ ഏറ്റവും വലിയൊരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ. മനുഷ്യൻ കൊച്ചു മനുഷ്യനാണെന്ന് തോന്നിയാലും ദൈവത്തിന്റെ സൃഷ്ടിയായി ഈ മനുഷ്യൻ എത്ര വലിയവനാണ്, എത്ര മഹത്വത്തോടെയാണ് ദൈവം സൃഷ്ടിച്ചത്. മറ്റൊന്നിനെയും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം സൃഷ്ടിച്ചു. നമ്മെ മാത്രം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ഇവൻ ഏഞ്ചൽസ് പോലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ട് കാണുന്നു. ഇനി ദൈവം മനുഷ്യനായി എന്ന കാര്യം പോലും എടുത്തു നോക്കിക്കേ. ദൈവത്തിന് മറ്റൊരു ആത്മാവാകുന്ന ദൈവം ദൃശ്യമായി എടുത്ത ഒരേ ഒരു രൂപം മനുഷ്യരൂപമല്ലേ? മറ്റുള്ള സങ്കല്പങ്ങളില്ല മറ്റു ദേവന്മാരെ കുറിച്ച് പറയുന്നത്. പക്ഷെ ബൈബിളിൽ അങ്ങനെയാണ്. ഹ്യൂമൻ ഫോം, മനുഷ്യരൂപത്തിലായി എന്നത് തന്നെ, ദൈവം മനുഷ്യരൂപത്തിലായി എന്നുള്ളത് തന്നെ എത്ര വലിയ മഹത്വമാണെന്ന് ഇന്ന് ചിന്തിക്കുന്നവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. സൃഷ്ടിയുടെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ട്. സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം അതീവമായി തൽപരനാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം he is interested. അതുകൊണ്ട് തന്നെയല്ലേ ദാവീദ് പറഞ്ഞ, ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, നീ അറിയുന്ന എന്റെ നിരൂപണങ്ങൾ, നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എന്നൊക്കെ. അപ്പൊ ജീവിതത്തിൽ നമ്മളുടെ ഓരോരോ കാര്യങ്ങളെയും നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നിത്യാദി വാക്യങ്ങളിലൂടെ എന്താ നമ്മോട് പറയുന്നത്? he is really interested in us. നമ്മുടെ പ്രതികരണം അതിനോട് എങ്ങനെയാകുന്നു എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ എടുത്താട്ടെ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ, ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല, ഞാൻ മിസ്രയീമിന്മേൽ എന്റെ കൈവച്ചു, വലിയ ശിക്ഷാവിധികളാൽ എന്റെ ഗണങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും. ഇവിടെ ദൈവത്തിന്റെ കൈ എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ കൈ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചു. ഇവിടെ ദൈവത്തിന്റെ കൈ ചെയ്യുന്നത്, ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമുക്കറിയാം. അടിമത്വത്തിൽ നിന്ന് ഇവരെ വിടുവിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്നത് ആരാണ്? ആ രാജ്യത്തിന്റെ ഭരണാധികാരി തന്നെ ആ രാജ്യമാണ്. ആ രാജ്യത്തിന്റെ ഭരണാധികാരി പ്രധാനപ്പെട്ട ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വതന്ത്രരാക്കത്തില്ല, നിങ്ങളെ വിട്ടയക്കുകയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ രാജ്യത്തിന് മേൽ എന്റെ കൈ വെച്ചു എന്ന് പറയുമ്പോൾ ആ കൈ എന്ത് കൈയാണ്? ശിക്ഷാവിധിയുടെ കൈയാണ്. പക്ഷെ എന്ത് പർപ്പസോട് കൂടിയാണ് ചെയ്യുന്നത്? തന്റെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക്, തന്റെ ജനത്തിന് രക്ഷ ഒരുക്കുമ്പോൾ തന്നെ
തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ ശിക്ഷ വിധിക്കുന്ന ദൈവത്തിന്റെ കൈ എന്നുകൂടെ അവിടെ അർത്ഥമുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒരേ സമയത്ത് ഒരു കൂട്ടർക്ക് രക്ഷ വരുമ്പോ ഒരു കൂട്ടർക്ക് ശിക്ഷയാണ് വരുന്നത്. അതിന്റെ കാരണം എന്താണ്? ദൈവഹിതത്തിന് കീഴ്പ്പെടാത്ത, ദൈവരാജ്യത്തിന് വിരോധമായിരിക്കുന്നവരുടെ മേൽ സത്യത്തിൽ പെർമനന്റ് ആയിട്ട് ഒരു മാനസാന്തരവും ഇല്ലാതെ, ഒരു അനുതാപവും ഇല്ലാതെ, ദൈവത്തിനും ദൈവരാജ്യത്തിനും ക്രിസ്തുവിന്റെ നിത്യമായ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവർക്ക് എതിരെ ദൈവത്തിന്റെ കൈ അവർക്ക് വിപരീതമായിട്ടാണ്, എതിരെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഇവിടെ അനുഭവിക്കുന്നവരെ കുറിച്ചുകൂടെ നമുക്ക് ഓർക്കാനായിട്ട് അല്ലെ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലാണ് നടന്റെ ഓർമ്മ. നമുക്ക് ആ വാക്യം വായിക്കാൻ പറ്റുമോ ഞാൻ ചിന്തിക്കുന്നത്. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. ഓർമ്മയിലേക്ക് വരുന്നൊരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 28-ാമത്തെ വാക്യം. സംഭവിക്കണമെന്ന് നിന്റെ കയ്യിൽ നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ആ കൈ ഇവൻ ക്രിസ്തുവിന്റെ പാപത്തെ ന്യായം വിധിക്കാൻ വേണ്ടി, പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കിയ രക്ഷജ്ഞ പ്രവൃത്തി പോലും ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തിയായിട്ടാണ് വന്നത്. അവന് കഷ്ടം വരുത്തി. എന്താണ് യശയ്യാവ് പറയുന്നത്? അവന് കഷ്ടം വരുത്തി. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യശയ്യാവ് ചോദിക്കുന്നു. അടുത്ത വാക്യം എങ്ങനെയായിരുന്നു? സംഭവിക്കണമെന്ന് നിന്റെ കയ്യിൽ നിന്റെ ആലോചനയെ മുൻനിയമിച്ചതൊക്കെയും. അത് എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ? അതാണോ 29-ാമത്തെ വാക്യം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. അപ്പൊ എന്താണ് പീഡന അനുഭവിക്കുന്ന ഇന്ത്യൻ സഭകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്? ചില സാഹചര്യങ്ങളെങ്കിലും നമ്മളിത് പറയണം. അവരുടെ ഭീഷണികളെ, അവരെ നശിപ്പിക്കാനില്ല, അവരുടെ ഭീഷണികളെ നോക്കണമേ. ഇതിന് പെർമനന്റ് ആയ ഒരു പരിഹാരം ഒതുക്കണമേ. സംഭവിക്കണമെന്ന് നീ നിശ്ചയിച്ച കാര്യങ്ങൾ. അപ്പൊ ഇവിടെ തന്റെ ജനത്തിന് രക്ഷ ഒരുക്കുകയും തന്റെ ജനത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷ വിധിക്കുന്ന, അവർക്കെതിരെ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നു എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ് അവിടെ നടന്നത്. പക്ഷെ അവർക്ക് പോലും വിശ്വാസത്തിലേക്ക് വരും വിധം ദൈവത്തിന്റെ പ്രവൃത്തി വളരെ വലുതായിരുന്നു. ഇസ്രായേൽ ദേശത്ത് നടന്ന ഓരോ കാര്യങ്ങളിലൂടെയും ഞാൻ എനിക്ക് ഇന്ത്യക്കാരൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴും മനസ്സാക്കപ്പെട്ടേ. കൃത്യമായിട്ട് നോക്കിയ ദൈവത്തിന്റെ കാര്യം അവർക്ക് വിപരീതമായി, അവർക്ക് ആ വിഷയത്തിൽ പ്രയാസം ഉണ്ടാകുന്നെങ്കിലും മോശ പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്ന ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നു. അപ്പൊ നമുക്കായിരുന്നു എന്തുണ്ടായ നോർമൽ രീതിയിൽ ഈ ദൈവം ശക്തനാണ്, ആ ദൈവത്തിൽ ആണ് വിശ്വസിക്കേണ്ടത് എന്നൊരു വിശ്വാസമായിരുന്നു ഉണ്ടാകും. പക്ഷെ സംഭവിച്ചത് അവിടെ എങ്ങനെയായിരുന്നു? അവരതിനെ അതിജീവിക്കാനുള്ള പോംവഴികളെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് വചനം പറയുന്നത്. അവരതിന് മറ്റൊരു വഴി കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനെ ഓരോന്നിനെയും അതിജീവിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുകയാണ്. ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ തന്റെ ജനത്തെ പ്രോഗ്രസിനെ തടയുന്നവർക്ക് പ്രതികൂലമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് നമ്മളുടെ പ്രോഗ്രസിനെ, ആത്മീയമായ വളർച്ച, നമ്മൾ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ പ്രായോഗികമായി ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ശത്രുക്കൾ ആരൊക്കെയാണ്? ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് അറിയാം? മൊബൈലാണ് എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ശത്രുക്കൾ നിങ്ങൾ നമ്മളിലുള്ള ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രധാനം.
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെ സത്യത്തിൽ ആരാണെന്ന് അറിയാമോ? പിശാചിന്റെ ഏജന്റുകളാണ്. പക്ഷെ ഇതൊക്കെ പ്രവർത്തിക്കുന്ന ആരിലൂടെയാണെന്ന് അറിയാമോ? നമ്മിലൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ അതിജീവിക്കുമ്പോൾ ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ദൈവം ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും എന്ന കാഴ്ചയോടെ സ്പിരിച്വലായി പ്രോഗ്രസ് ചെയ്യാൻ മനഃപൂർവമായി വഴികൾ നമ്മൾ അന്വേഷിക്കുന്നവരാണോ? മൊബൈൽ നമുക്ക് ഉപയോഗിക്കാം. മൊബൈൽ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ അത് പ്രായോഗികമല്ലെന്ന് തോന്നുന്നു. പക്ഷെ മൊബൈൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ലേ? നല്ല രീതിയിൽ ഉപയോഗിക്കാം. വെറും സാങ്കല്പികമായ കഥകൾ മാത്രം കാണാതെ സ്പിരിച്വൽ പ്രോഗ്രസിന് ഉതകുന്ന തരത്തിൽ മൊബൈലുകൾ ഓഡിയോ ബൈബിളുകളാക്കിക്കൂടെ? മൊബൈലുകൾ ഇന്ന് എത്രയോ നല്ല നല്ല ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങൾ കാണുന്നത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. നല്ല നല്ല കാർട്ടൂണുകൾ കാണുന്നത് ഇഷ്ടമായിരിക്കാം. പക്ഷെ ഇതെല്ലാം ആത്മീയ മൂല്യങ്ങൾ ഉള്ളടക്കം ചെയ്ത കാർട്ടൂണുകൾ നിങ്ങൾക്ക് കണ്ടുകൂടി. മനുഷ്യന്റെ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകളെ നിങ്ങൾക്ക് കണ്ടുകൂടെ? നല്ല കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും എന്ന് ഞാൻ ഈ അവസരം ഉപയോഗിച്ച് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട്, യുവാക്കളോടും പറയും. നമുക്ക് യാതൊരു വിധത്തിലും ആത്മീയ പുരോഗതി വരുത്താത്ത കാര്യങ്ങൾ നമ്മൾ അതിൽ ചുറ്റിത്തിരിയാതെ ആത്മീയമായി പുരോഗതി വരുത്തുന്ന കാര്യങ്ങൾ വീഡിയോ ഉപയോഗിച്ചാണെങ്കിൽ ചെയ്യാം. വീഡിയോയിലൊക്കെ എത്ര നന്നായി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ലോകത്തുണ്ട്. അവര് അതുപോലെ നല്ല നല്ല മെറ്റീരിയലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. സ്പിരിച്വൽ പ്രോഗ്രസിന് ശരിക്കും എതിരെ ദുഷ്ടനാണെങ്കിൽ ദുഷ്ടൻ പ്രവർത്തിക്കുന്ന ആരിലൂടെ? മനുഷ്യന്റെ കൈകളിലൂടെ, കണ്ണുകളിലൂടെ, മനുഷ്യന്റെ കാലുകളിലൂടെ, മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നു. നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യന്റെയും ആത്മീയമായ വളർച്ചയ്ക്ക് നമ്മൾ വിലങ്ങുതടിയാകും. നമ്മൾ അങ്ങനെ ശരിക്കും വിലങ്ങുതടിയാകുമ്പോൾ what we are doing, we are joining with the devil to destroy the purpose of God. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സത്യത്തിൽ ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാവുകയാണ്, പ്രതികൂലമാവുകയാണ്. നമ്മൾ ഒരു മനുഷ്യന്റെയും ആത്മീയ വളർച്ചയ്ക്ക് വിലങ്ങ് തടിയാകരുത്. Let God's people എന്റെ ജനത്തെ വിട്ടയക്കുക. അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുക. അവർ ആത്മീയമായ കനാലിലേക്ക്, അവർ ജീവനിലേക്ക് പ്രവേശിക്കാൻ. പുതിയ നിയമത്തെ സംബന്ധിച്ച് അതാണ്. ജീവന്റെ വഴികളിൽ നടക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അനുഗ്രഹമായി നിൽക്കാൻ ഞാൻ തീരുമാനിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. നമ്മുടെ ജീവിതം അങ്ങനെ ഒരു വിലങ്ങ് തടിയാണ്. ദൈവത്തിന്റെ കരം മിസ്രയീമ്യ ജനതയ്ക്ക് പ്രതികൂലമായി എന്ന് നമ്മൾ കാണുമ്പോൾ, നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ, ദൈവത്തിന്റെ വിശുദ്ധ ജനമായ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ദൈവത്തിന്റെ പർപ്പസുകൾ നിലനിൽക്കുന്ന, ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി നിൽക്കുന്നവരെ ഏതെങ്കിലും വിധത്തിൽ അനുഗ്രഹിക്കാനോ പ്രോത്സാഹിക്കാനോ പ്രാർത്ഥിക്കാനോ നമ്മൾ ഉദ്യമിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറയും. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അവരുടെ ആത്മീയ പുരോഗതിക്കായി പ്രാർത്ഥിക്കാനോ, അവരെ ബലപ്പെടുത്താനോ, അവരെ നേരായ പാതയിൽ ഉറപ്പിക്കാനോ പരിശ്രമിക്കുന്ന ഒരു പരിശ്രമം പോലും അത് ദൈവത്തിന്റെ അനുഗ്രഹമായി, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ വരും എന്ന് ഞാൻ ഈ സമയത്ത് ഈ വാക്യത്തെ ഉദ്ധരിച്ച് പറയട്ടെ. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22-ഉം 24-ഉം വാക്യങ്ങൾ, 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ കരുത്തെ കുറിച്ച് ഈ ഭാഗത്ത് നമ്മളോട് 1-2 ആത്മീയ സത്യങ്ങൾ പറയാനുണ്ട്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ വായിച്ചാട്ടെ. ഉണങ്ങിയ നിലത്തുകൂടി ഈ യോർദാനിക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്നറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന്
ആരോട്ട്? ഞങ്ങൾ ഇങ്ങനെ കിടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. അടുത്ത വാക്യം, അടുത്ത വാക്യം കാണിക്കാമെങ്കിൽ ഓക്കെ, അല്ലേ? ഇവിടെ എന്തെല്ലാം കാര്യമാണ് ദൈവത്തിന്റെ കരമാണ് ഇത് പ്രവർത്തിച്ചെന്ന് പറയുന്നു. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്? ആ ഒരു ചരിത്രത്തിലേക്കല്ല ഞാൻ വിരൽ ചൂണ്ടുന്നത്. ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തി, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കാരണം ഒന്നാമത് അറിയേണ്ടത് എന്താണ്? ദൈവം വലിയവരാണെന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരും അറിയണം. ദൈവം വലിയവനാണെന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരും അറിയണം. ദൈവത്തെ ഭയപ്പെടാൻ വേണ്ടി നമ്മുടെ മക്കളോട് പോലും പറയണം, അവരും ദൈവത്തെ ഭയപ്പെടാൻ, നാം ദൈവത്തെ ഭയപ്പെടാൻ. മക്കളോട് പറയുന്നതിനാ ദൈവത്തെ ഭയപ്പെടാൻ, ദൈവം യഥാവാനാണെന്ന് അറിയാൻ, കേവലം ഒരു റിലീജിയസ് ഡ്യൂട്ടി ഉണ്ടായതെന്ന് അറിയാൻ, ആ ഒരു ബോധം അവരുടെ ഉള്ളിൽ വളർത്താൻ. അപ്പൊ നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ടതിന്, ദൈവത്തെ ബഹുമാനിക്കേണ്ടതിന്, ദൈവമുമ്പിൽ ജീവിതം സമർപ്പിക്കേണ്ടതിന് ഭക്തി അതാണ്. അതിന് ലോകത്തിലുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇവരുടെ ദൈവം വലിയവനാണ്, ഈ ദൈവത്തിനാണ് ആശ്രയിക്കേണ്ടതെന്നുള്ള ഒരു ചെറിയ ബോധമെങ്കിൽ അവരുടെ ഉള്ളിൽ നമ്മുടെ ജീവിത നിമിത്തം ഒഴിവാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം ഞാൻ ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്നോടൊപ്പം നിങ്ങൾ ചിന്തിക്കണം. വായിച്ചേ, 23 ഒരിക്കൽ കൂടെ വായിച്ചേ. സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ്. സകല ജാതികളും എന്ന് പറയുമ്പോ നമ്മുടെ ചുറ്റുമുള്ളവര്, നമ്മുടെ ഇമ്മീഡിയറ്റ് കോണ്ടാക്ട് നമ്മുടെ ചുറ്റുമുള്ളവരാണ്. ദൈവത്തിന്റെ കൈ വലിയതെന്ന്, ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടന്നു. അവരുടെ ഉള്ളിൽ ഒരു പെർമനന്റ് ആയ ഒരു ദൈവഭയം, ദൈവാശ്രയം, ദൈവഭക്തി ഉരുവാക്കുന്നതിന് ഈ പ്രവൃത്തി, ദൈവത്തിന്റെ കൈയുടെ ഈ പ്രവൃത്തി കാരണമായി തീരണം. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേലുണ്ടെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ അറിയും ഇവരുടെ ദൈവം വലിയവരാണെന്ന് അറിയാനൊരു വഴി തുറക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രിയരെ, ശ്രദ്ധിക്കുന്നവർക്കായി എന്നിട്ട് നമ്മള് ദൈവത്തെ ഭയപ്പെടാൻ അടുത്ത വാക്യങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾ ഇങ്ങനെ കിടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കിടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. നിങ്ങളുടെ മക്കളോട് പറയണം, നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. ഇതിനുശേഷം ഒരു കാര്യം കൂടെ അടുത്ത് നടക്കുന്നുണ്ട്. യോർദാന്റെ ഈ നദിയുടെ ഉള്ളിൽ നിന്ന് കല്ലെടുത്ത് സ്തംഭങ്ങളായി നാട്ടാൻ പറയുന്നു. എന്തിനാ? അത് നടന്നതാണ്. ചില കാര്യങ്ങൾ അതൊരു കേവലം റിച്വൽ അല്ല. ആ സ്തംഭങ്ങൾ വിളിച്ചു പറയും ഇതിന്റെ ഉള്ളിലൂടെ നടന്നു വന്നതാണ്. ദൈവത്തിന്റെ കരത്തിന്റെ ലിറ്ററലായ പ്രവൃത്തി കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ആ ബോധ്യം ഉണ്ടാകേണ്ടതിന്. അപ്പൊ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. ആ അത്ഭുതങ്ങൾ, ഈ ദൈവത്തിന്റെ പ്രവൃത്തി, നിങ്ങളുടെ ദൈവം വലിയവരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ അറിയാൻ നിങ്ങൾ മാത്രം രഹസ്യമായി നയിച്ചാൽ പോരാ. എന്റെ പേര് രഹസ്യമായി ഒത്തിരി പേര് കർത്താവിനെ അനുഭവിക്കുന്നവരുടെ തുടക്കത്തിൽ അങ്ങനെ ആവാം. രഹസ്യം പരസ്യമാവും. സ്നാനം പോലും അതാണല്ലോ അല്ലെ, പരസ്യമായ സാക്ഷ്യം. ചിലപ്പോഴൊക്കെ ചില രാജ്യങ്ങളിൽ അത് പ്രായോഗികമല്ല എന്നെനിക്കറിയാം. പക്ഷെ അതൊരു പബ്ലിക് ഡിക്ലറേഷൻ അത് ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് നാം ദൈവത്തെ എപ്പോഴും ഭയപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ച വഴികൾ ഇടയാകണം. അതൊരു ജ്ഞാപകമായി ഈ നമ്മൾ വെക്കാൻ കഴിയണം.
എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മള് ഫലകങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്, പ്രൈസുകൾ കിട്ടിയത്. എന്റെ ജീവിതത്തിൽ നടന്ന മഹാപ്രവൃത്തിയുടെ ഫലകങ്ങൾ നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം എന്നെ വിടുവിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു ഫലകമാക്കി നിങ്ങൾ സൂക്ഷിക്കാറുണ്ടോ? ആ ഓർമ്മകൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ തലമുറകളോട് പറയുന്നത്? നിങ്ങൾക്ക് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യം, മരണത്തിൽ നിന്നുള്ള വിടുതൽ, ഇത് നിങ്ങളുടെ തലമുറകളോട് എങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം തുറന്ന വാതിൽ. ഇത് നിങ്ങൾ പോലും പറഞ്ഞു. കാരണം എന്തില്ല? നമ്മളത് പറഞ്ഞില്ല. ഇല്ലെങ്കിൽ മറ്റുള്ളവരെങ്കിലും നിങ്ങളെ ഓർപ്പിച്ചേനെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ദൈവപ്രവൃത്തികളെ കുറിച്ച്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നത്, യിരെമ്യാ 1:9, ദൈവത്തിന്റെ കയ്യെ കുറിച്ച് അവിടെ ചില സത്യങ്ങൾ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയും. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായിൽ തൊട്ടു. അപ്പൊ ദൈവം പേഴ്സണലായിട്ട് ഇടപെടുക. ആ വാക്യം തന്നെ പോകരുത്. തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ കർത്താവിന്റെ ലിറ്ററലായിട്ട് കുഷ്ഠരോഗിയെ തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. തൊടേണ്ട കാര്യമില്ല കർത്താവിന് ചെയ്തു. പക്ഷെ God is personal എന്ന സത്യത്തെ ഓർപ്പിക്കാൻ കൂടിയാണ് ദൈവം തൊട്ടത്. God is personal, കളക്റ്റീവായിട്ടല്ല, മുഴുവൻ മൊത്തത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സത്യം. പക്ഷേ നമ്മളുടെ പേഴ്സണലായി ദൈവം പ്രവർത്തിക്കുന്നു, ഇൻഡിവിജ്വലായി നമ്മെ അറിയുന്നു. ഇവിടെ യിരെമ്യാവിന്റെ കൈയോടെ പറയും, യഹോവ കൈ നീട്ടി അവയെ തൊട്ടു. ഭൂമിക്ക് അടിസ്ഥാനമിട്ട കൈ, ആകാശത്തെ ജ്ഞാനത്തോടെ വിരിച്ച വിരലുകളുടെ പണിയായ ആകാശത്തെ കൃത്യമായി ക്രമീകരിച്ച ദൈവത്തിന്റെ മഹാശക്തിയുള്ള തന്റെ കരം ഒരു പേഴ്സണൽ ബീയിങ്ങിന് വേണ്ടി ചലിക്കുന്നു എന്ന സത്യം എത്രമാത്രം നമ്മൾ ഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചു. ആ കൈ യിരെമ്യാവിനെ തൊട്ടിട്ട്, കൈ നീട്ടിയിട്ട് എന്റെ വായെ തൊട്ടു. ഇതെല്ലാം വളരെ പർപ്പസ്ഫുൾ ആണ്. ഒരു വാക്ക് പോലും വെറുതെ അല്ല എഴുതിയിരിക്കുന്നു. എന്റെ വചനങ്ങളിൽ നിന്റെ വായിൽ തന്നിരിക്കുന്നു. പേഴ്സണൽ അഫർമേഷൻ ആണ്. പേഴ്സണൽ കൺഫർമേഷനും അഫർമേഷനും കമ്മീഷനുമാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത വാക്യം വായിച്ച്, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും പിടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. ആ ഭാഗം നമുക്ക് വിശദീകരണം വേണ്ട ഒരു ഭാഗമാണ്. തന്റെ വായിൽ കൊടുത്തിരിക്കുന്ന വചനത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ യിരെമ്യാവിന് ആധികാരികമായ ഒരു ശുശ്രൂഷ ഇവിടെ നൽകുകയാണ്, ഒരു കമ്മീഷൻ നൽകുകയാണ്. ദൈവം നേരിട്ടാണ് കമ്മീഷൻ നൽകുന്നത്. ആ കമ്മീഷന്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്? തന്റെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള ഗമനമുണ്ട്, നടത്തിപ്പുണ്ട്. തന്നെ ആവേശഭരിതനാക്കുന്ന, തന്നെ ശക്തീകരിക്കുന്ന, വ്യക്തിപരമായി ഉണർത്തുന്ന ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു അത്. തന്റെ വളരെ വാസ്തവത്തിൽ പ്രയാസകരമായ ഒരു ജീവിത യാത്രയായിരുന്നു യിരെമ്യാവിന്റേത്. ഈ ജീവിതയാത്രയിൽ എപ്പോഴും തനിക്ക് ബലം പകർന്ന ഒരു പേഴ്സണൽ എൻകൗണ്ടർ ആണ് ദൈവമായിട്ട് തനിക്കുണ്ടായത്. എളുപ്പമായിരുന്നില്ല യിരെമ്യാവിന്റെ യാത്ര. ഓൾദോ വളരെ ആധികാരികമായ ഒരു ശുശ്രൂഷയായിരുന്നു. പക്ഷേ കുറച്ചുപേരെ അംഗീകരിച്ചു, മനസ്സിലാവും. പക്ഷെ എല്ലാ ഏറ്റക്കുറിച്ചിലും തനിക്ക് ബലം പകർന്ന ഒരു റിയാലിറ്റി, തനിക്ക് എന്നും ആരോട് ചേർത്ത് പിടിക്കാൻ ഈ അനുഭവം പോരെ. ദമാസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തനിക്ക് ലഭിച്ച ആത്മീയ അനുഭവം മതി. ആയുസ് മുഴുവനും പൊരുതാൻ, കഷ്ടങ്ങളിലും സന്തോഷങ്ങളിലും സന്താപങ്ങളിലും എല്ലാം പൊരുതി ജീവിക്കാൻ
താൻ പ്രാപിച്ച ഒരു സ്വർഗീയ ദർശനം ഉണ്ടായിരുന്നു. അതും ദൈവത്തിന്റെ കരമായിരുന്നു. തന്നെ തൊട്ട കരം, നേരിട്ട് താൻ എൻകൗണ്ടർ ചെയ്തൊരു അനുഭവം, അതുപോലൊരു അനുഭവമാണ്. തൊട്ടു എന്നൊക്കെയുള്ള വാക്ക് ആ ഒരു അർത്ഥത്തിൽ ഒരു പേഴ്സണൽ ആയിട്ട് കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ജീവിതത്തിന്റെ മുഹൂർത്തങ്ങൾ, ആഴത്തിൽ നമ്മുടെ ഉള്ളത്തിൽ തരുന്ന ബോധ്യങ്ങളുണ്ട്. ഒന്നിനും ഇത് നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ കരം എന്താ ചെയ്യുന്നത്? തന്നെ ഗൈഡ് ചെയ്യുക, തന്നെ ശക്തീകരിക്കുക, തന്നെ പ്രോത്സാഹിപ്പിക്കുക, തന്നെ ദൈവം ഏൽപ്പിച്ച പ്രവൃത്തിക്കായി തന്നെ ഉദ്ദീപിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം. Sometimes God does that to you personally. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ ആയിരിക്കും, സർപ്രൈസിംഗ് ആയ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു വാക്യത്തിലൂടെ ആയിരിക്കാം, ഒരു പ്രതീക്ഷയില്ലാതിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിലരെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടോ? ചില സാഹചര്യങ്ങൾ ഒരുപാട് നിരാശയിലും പ്രയാസത്തിലുമായി ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന ഘട്ടങ്ങൾ വരുമ്പോൾ, how many of you have seen dreams? We all see dreams. കൂടുതൽ ഡ്രീമുകൾ റബ്ബിഷാണ്, I agree. പക്ഷെ there are times, sometimes ദൈവം ചില സ്വപ്നങ്ങൾ നമുക്ക് തരും, ചില ദർശനങ്ങളായിരിക്കും അത് ജീവിതത്തിൽ. അങ്ങ് പട്ടുപോകുന്ന അവസ്ഥയിൽ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന സ്വപ്നങ്ങളായിരിക്കും, നമ്മളെ ശക്തീകരിക്കുന്ന സ്വപ്നങ്ങളായിരിക്കും. God does speak to us through dreams. ശരിയാണ്. പക്ഷെ എല്ലാ ഡ്രീമും നിങ്ങൾ കണക്കിലെടുക്കരുത്, എല്ലാ ഡ്രീമിനും അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. പക്ഷെ ചില അല്ലേ, ശരിയാണോ? But sometimes God can speak to you or appear to you through dreams എന്നതാണ്. പക്ഷെ കൂടുതലും ദൈവം അങ്ങനെയൊന്നും അല്ല പ്രവർത്തിക്കുന്നത്, അതും തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ സാധാരണമായി ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി സാധാരണ മനുഷ്യരോട് ഇന്ന് ദൈവം ഏറ്റവും അധികം സംസാരിക്കുന്നത് സ്വപ്നങ്ങളിലൂടെയാണോ, പ്രാർത്ഥനയിലൂടെയാണോ, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, I have only one answer, through the word. പുത്രൻ മുഖാന്തരം അന്ത്യകാലത്ത് വ്യക്തമായി സംസാരിക്കുന്നത് തന്റെ വചനത്തിലൂടെയാണ്. God can speak through dreams. സാഹചര്യങ്ങളിലൂടെ സംസാരിക്കാം, കല്ലുകളിലൂടെ, മടുകളിലൂടെ, ഓരോരോ പശ്ചാത്തലങ്ങളിലൂടെ സംസാരിക്കാം, മക്കളിലൂടെ സംസാരിക്കാം, എന്തിന് കവിതയിലൂടെ സംസാരിച്ച് നമ്മൾ വായിക്കുന്നു വചനത്തിൽ. ഏത് സാഹചര്യത്തോടെ സംസാരിക്കാം. പക്ഷെ ഇതൊക്കെ നോർമലായി എപ്പോഴും ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളല്ല. വളരെ കൃത്യമായി ദൈവം ഉപയോഗിക്കുന്ന മാർഗം വചനമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വചനം, അത് നിങ്ങൾ ഒരു സന്ദേശമായിട്ട് ഏറ്റെടുക്കാൻ, എപ്പോഴെങ്കിലും ദൈവത്തിന്റെ ഹിതം കണ്ടുപിടിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് വചനത്തിലേക്കാണ്. വചനം, പിന്നെ പ്രാർത്ഥനയിലൂടെ വചനത്തെ നമ്മൾ സീഖിയുമ്പോൾ, അതിന്റെ ഇടയിൽ ചിലപ്പോൾ ആ ദിവസങ്ങളിൽ ഉപവാസത്തിലൂടെ സീഖിയുമ്പോൾ, God may give you a dream. May give you a dream. I have no question about it. അല്ലെങ്കിൽ ഒരു ദർശനം നിങ്ങൾക്ക് തരാം. പക്ഷെ മിക്കപ്പോഴുള്ള വഴികളല്ല. പക്ഷെ ദൈവം നമ്മളെ പേഴ്സണലായി എൻകൗണ്ടർ ചെയ്യും, എൻകറേജ് ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുക. ദൈവത്തിന്റെ കരമാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിയിലുള്ള ഏത് മനുഷ്യനെയും പരിമിതിയില്ല. മനുഷ്യന്റെ, ഞാൻ പറഞ്ഞ കർത്താവ് തന്നെ ഭൂമിയിൽ ലിറ്ററലായി ജീവിച്ചപ്പോൾ തനിക്ക് പരിമിതി ഉണ്ടായിരുന്നു. ബിക്കോസ് ഹി ലിമിറ്റഡ് ഹിംസെൽഫ്. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ശരിയാണോ? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പോകാൻ ഞാൻ കാര്യസ്ഥം വരില്ല. ഈ കാര്യസ്ഥം എന്താ? സത്യത്തിൽ ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നത് നിദാനമായി ഏറ്റവും നന്നായി നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ടാ എബേസിനെ പ്രാർത്ഥിച്ച് നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിച്ച് അതിർവരമ്പുകളെ വിസ്താരമാക്കി നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. ആ വാക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ റിങ് ചെയ്യുന്നുണ്ടോ?
എന്നും സദാകാലത്തും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ആത്മാവിന്റെ നിദാനമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൈ. ഇത് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ കൈ നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങളുടെ വിജയത്തെ സ്ഥിരമാക്കാൻ, സ്ഥിരതയോടെ ആത്മീയ ജീവിതം നയിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൈ സഭയിൽ അതിന് സറണ്ടർ ചെയ്യാന്, ആ ശബ്ദത്തോട് സെൻസിറ്റീവ് ആയിരിക്കാന് ദൈവത്തിന്റെ കൈ എന്തിനാണ് ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത്? ഗൈഡ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഈ ആത്മാവാണ്. സത്യത്തെ കുറിച്ച് ബോധം വരുത്തുന്ന ആരാണ്? ഈ ആത്മാവാണ്. ഇത് ദൈവത്തിന്റെ കൈയുടെ നിദാനമാണെന്ന് ഞാൻ പറയട്ടെ. ശ്രദ്ധിക്കുന്നവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം ഏലിയാവിന്റെ ചരിത്രമാണ്. പക്ഷെ ഇതിലെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 18-45-46 വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 18-45-46 വാക്യങ്ങൾ. ഇവിടെ ദൈവത്തിന്റെ കൈയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കൂ. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. ചരിത്രം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. I don't often like repetition. ആ ഭാഗം നിങ്ങൾ ചിന്തിക്കൂ എന്താണെന്ന്. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. That's what I'm interested in today. യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. Now, ഇത് it is something like ഈ തെലുങ്ക് സിനിമകളിലെ ഈ ഹീറോ ഈ ശത്രുക്കളെ അടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. തെലുങ്ക് തമിഴിലും ഒക്കെ ഒരു 10-50-100 പേര് നോക്കുന്ന ഒരു പ്രശ്നമല്ല. That is called superhuman. Now, I wonder, ഇത് എല്ലായിടത്തും ഉണ്ട്. ഇത് ഹോളിവുഡിലും ഉണ്ട്, ബോളിവുഡിലും ഉണ്ട്. മനുഷ്യന്റെ കഥകളിലെല്ലാം ഒരു സാങ്കല്പിക ഹീറോ ഉണ്ട്. സ്പൈഡർമാൻ, ഇനി എന്തെല്ലാം ഈവൻ ബാലമംഗലത്തിന് ഡിങ്കൻ. Is that true? ഞാൻ അടുത്ത സമയത്ത് ഡിങ്കൻ എന്നൊരു കഥാപാത്രത്തെ കുറിച്ചാണ്. But a superhuman is there. മനുഷ്യന്റെ സങ്കല്പത്തിലുണ്ട്. അമാനുഷിക പ്രതിഭകളോട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. ഇത് എവിടെ നിന്നാ മനുഷ്യന് കിട്ടിയത്? That is there in our thinking and in our mind. പക്ഷേ ഈ ഓരോ സൂപ്പർ ഹ്യൂമനും ആരെയാ ശരിക്കും പ്രതിദാനം ചെയ്യുന്നത് ഞാൻ പറയാം. കർത്താവിനെയാണെന്ന് ഞാൻ പറയും. പക്ഷെ ഈ ഇവിടുത്തെ ഭൂമിയിലെ സൂപ്പർ ഹ്യൂമൻ ചെയ്യുന്നത് പോലെ അല്ല ഈ സൂപ്പർ ഹ്യൂമൻ ചെയ്യുന്നത്. I can't call Jesus സൂപ്പർ ഹ്യൂമൻ. മനുഷ്യന്റെ ആ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സത്യത്തിൽ ഏലിയാവ് ചെയ്തത് എന്താ? ആഹാബിന്റെ രഥത്തിന് മുമ്പായി ഈ കൊട്ടാരം എത്തുന്നത് വരെ ഓടി എന്ന് പറയുമ്പം നോർമലി നമുക്ക് എത്ര ദൂരം നന്നായിട്ട് ഓടാൻ പറ്റും? നിങ്ങൾ എത്ര പേര് ഓടുന്നവരുണ്ട്? ചെറിയ ജോബ് ചെയ്യുന്നവരുണ്ട്? ഫിസിക്കലി എത്ര നേരം എക്സൈറ്റ് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ ഇരുന്ന് പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് നടക്കുകയെങ്കിലും ചെയ്യുന്നു. ഇപ്പൊ കുറച്ച് ദൂരം ഓടുമ്പോ നമ്മളെ തളരുകയാണ്. പ്രോബ്ലം. കാരണം പണ്ട് സൈക്കിളിൽ കൊണ്ടുപോയിരുന്നു ആളുകൾ. അപ്പൊ അതുപോലും ഇല്ല ഇപ്പൊ നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ 3 നില കയറി വരാൻ തന്നെ പാടല്ലേ. നമ്മുടെ ഫിസിക്കലി നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് വി കാണ്ട് എക്സൈറ്റ്. നമ്മൾ എക്സസൈസ് ചെയ്യണം, നമ്മള് ജോലി ചെയ്യണം, എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു കാര്യം, OIM ഫൗണ്ടർ ജോർജ് വെർവർ 80 വയസ്സിൽ 7 കിലോമീറ്റർ ജോഗിങ്. 7 കിലോമീറ്റർ വെറുതെ അല്ല, പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. ഭയങ്കര ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്ത് താൻ വഴിയിൽ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കും, ആ സമയം വേസ്റ്റ് ആക്കുകയല്ല. അങ്ങനെ ചെയ്യരുത്. That is a good model.
സോ ഫിസിക്കലി നമ്മള് യു കീപ് യുവർ സെൽഫ് ഫിറ്റ് എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അതിന് ഉള്ള കൃപ നമുക്ക് നൽകട്ടെ. അങ്ങനെ ഒട്ടും ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യാത്തവരാണെങ്കിൽ അതിനനുസൃതമായിട്ട് മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാവൂ. ഇത് നമ്മളെല്ലാം നമ്മളോട് തന്നെ പറയുന്ന സന്ദേശമാണ്. നമ്മള് ഫിസിക്കൽ എക്സർഷന്റെ ആനുപാതികമായിട്ട് മാത്രമേ നമ്മൾ ആഹാരം ക്രമീകരിക്കണം എന്ന് ദൈവസ്നേഹത്തിൽ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇവിടെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഇങ്ങനെ ഇത്ര ഓടാൻ പറ്റും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ കൈ ഒരാളുടെ മേൽ വരുമ്പോ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്? എന്താ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ? സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വഴിയാണ് ദൈവത്തിന്റെ കൈ ഒരാളുടെ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ്. നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് നമുക്കറിയാം. ചില ആളുകൾ നാച്ചുറലായിട്ട് തന്നെ ഒരുപാട് പ്രാപ്തിയുള്ളവരാണ്, അത് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസിന് വേണ്ടി ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം നമ്മളുടെ മേൽ വരുമ്പോഴാണ്. ഇത് എക്സസൈസിന് പകരമായിട്ട് നിങ്ങൾ ആലോചിക്കരുത്. അതുകൊണ്ട് പറയുന്നത് ദൈവത്തിന്റെ കരത്താൽ നമുക്ക് നോർമലായ ഇക്വേഷനെ അതിജീവിക്കുന്ന പ്രവൃത്തികൾ നമ്മെ കൊണ്ട് ദൈവം ചെയ്യിക്കും. ആ ഒരു വിധത്തിൽ നമ്മുടെ ശരീരത്തെ പോലും ബലപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. നിശ്ചയമായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇത് നമ്മൾ പല ഇടങ്ങളിൽ കാണുന്ന ഇബ്രാഹിമിന്റെ മേൽ യഹോവയുടെ കൈ വന്നു, ശിംശോന്റെ മേൽ വന്നു എന്നിത്യാദി കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവരെ എല്ലാം ഒരു സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ദൈവം പ്രവർത്തനക്ഷമമാക്കുന്ന ദൈവത്തിന്റെ കരമായിരുന്നു. ദൈവത്തിന്റെ കരം ഇങ്ങനെ പേഴ്സണലായിട്ട് ഓരോരോ വിധങ്ങളിൽ ഓരോരോ സാഹചര്യങ്ങളിൽ നമ്മുടെ മേൽ വരുമ്പോ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ പ്രാപ്തീകരിക്കും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിൽ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. ചില സാഹചര്യങ്ങളിൽ ചില പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി എനിക്ക് ബലമില്ല എന്ന് കരുതുമ്പോൾ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും നിശ്ചയം. ഏറ്റവും പരിചിതമായ 1-2 വേദഭാഗങ്ങളുടെ വായിക്കട്ടെ. യെശയ്യാവ് 41:10-13 വാക്യം. നമ്മൾ ആ വേദഭാഗം തനതായി ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവത്തിന്റെ കൈയുമായി ബന്ധപ്പെട്ട് ഈ സത്യത്തെ നമുക്ക് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം. 10ാമത്തെ വാക്യം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അവിടെ നമ്മൾ അടിവരേണ്ട ഇന്നത്തെ വാക്ക് നീതിയുള്ള വലങ്കൈയാണ്. അപ്പൊ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, നിന്നെ സഹായിക്കും. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നീതിയുള്ള ദൈവത്തിന്റെ വലങ്കരം കൊണ്ടാണ്. ഭയം വേണ്ട, ഭ്രമം വേണ്ട, പരിഭ്രമങ്ങൾ ഉപേക്ഷിക്കൂ. പാനിക് അറ്റാക്ക് എന്നുള്ളത് ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ, എനിക്ക് ഈ വാക്ക് അറിയത്തില്ലായിരുന്നു. ഐ ഹാവ് പേഴ്സണലി എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഇത് പിന്നീട് മനസ്സിലാക്കി ലോകത്ത് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണെന്ന്. പരിഭ്രാന്തി എന്ന് പറയുന്ന വാക്ക് അത് ചികിത്സ നേടി പോകുന്ന ഒത്തിരി ആളുകളുണ്ട് ലോകത്ത്. പരിഭ്രാന്തി വേണ്ട, ഭയം വേണ്ട. കാരണം എന്താ? ദൈവത്തിന്റെ കരം നീതിയുള്ള വലങ്കരം കൊണ്ട് അവൻ നിങ്ങളാണ്. God is going to personally interfere എന്നാണ്. പക്ഷെ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോ
ചില വക്കീലന്മാര് കള്ളത്തരം കാണിച്ച് നീതി കെട്ട ഒരുവനെ നീതിമാനാക്കാൻ ശ്രമിക്കുന്ന പ്രവൃത്തിയായിട്ടല്ല ദൈവം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നീതി എന്നുള്ള വാക്ക് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏത് വക്കീലിന്റെ കാര്യമാണ് ഞാൻ പരസ്യമായിട്ട് പറയാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ചില വക്കീലന്മാര് എത്ര ക്രിമിനൽസിനെ കൊണ്ടുപിടുത്തലാണ് നീതിമാനും വിശുദ്ധനുമാക്കി തരും. അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്ന? ദൈവം ചെയ്യുന്ന പ്രവൃത്തി നീതിയുള്ളതായിരിക്കും. നീതിയും ന്യായവും സത്യവും തമ്മിൽ എല്ലാം ഒരുമിച്ച് ചേർക്കാതെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യില്ല. ദൈവത്തിന്റെ കൈക്ക് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഒരു നിദാനമാണ്. ദൈവത്തിന്റെ കരുത്തിന് പരിശുദ്ധാത്മാവ് നിദാനമാണ്. ക്രിസ്തുവിന്റെ ഏത് പ്രവൃത്തിയും, പരിശുദ്ധാത്മാവിന്റെ ഏത് പ്രവൃത്തിയും നീതി കെട്ടതായി വരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. It will always be righteous. നീതി കെട്ടവരെ പോലും ദൈവം ചുമ്മാ നീതീകരിച്ചതാണോ? തന്റെ രക്തവും ജീവനും നൽകിയാണ് നീതീകരിച്ചത്. ശ്രദ്ധിക്കുന്നത്, സൗജന്യമായിട്ടാണ് നമുക്ക് നീതി തന്നതെങ്കിലും അത് യേശുവിന്റെ നീതിയായിരുന്നു. നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ക്രിസ്തു അത് വെറുതെ അങ്ങ് ചെയ്യല്ല. അത് ദൈവത്തിന് എന്ത് തോന്നിയതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങ് ചുമ്മാ നീതീകരിച്ചാൽ മതിയായിരുന്നു. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആരും ദൈവത്തിന്റെ മുമ്പിൽ പോയി പറയാൻ പറ്റില്ല ഈ ചെയ്യുന്നത് നീതികേടായി. ഇനി ഡെവലിന് പോലും പറയാൻ പറ്റില്ല ഈ മനുഷ്യനെ ഇങ്ങനെ നീതി കെട്ട മനുഷ്യനെ നീതിമാന്മാരാക്കിയത് നീതികേടായി പോയി എന്നാണ്. പക്ഷെ ക്രൂശില്ലായിരുന്നെങ്കിൽ ഡെവലിന് പറയാമായിരുന്നു, ആർക്കും പറയാമായിരുന്നു. ദൈവം നമ്മളെ താങ്ങുന്നത് എങ്ങനെയാ? തന്നെ നീതിയുള്ള വലങ്കരം കൊണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോ നീതിയോടെ സത്യത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ സഹായം കൊണ്ടുവരും. അതിന് ന്യായവും നീതിയും സത്യവും സഹായിക്കും, ശക്തീകരിക്കും, നിങ്ങളുടെ കൂടെയിരിക്കും. ഇതെല്ലാം എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ എന്നെ താങ്ങുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി കരങ്ങളും ദൈവത്തിന്റെ മഹാത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കൈ എനിക്ക് ഇന്ന് അനുകൂലമാണെന്ന് ശ്രദ്ധിക്കുന്നവർക്കായി ചിന്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന നീതിപാതകളിൽ നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കരമാണ്. നീതിപാതകളിൽ നമ്മളെ നടത്തുന്നതിന് തടസ്സങ്ങളുടെ മേൽ വിപരീതമായിരിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. നമ്മളെ അച്ചടക്കത്തിന് വിധേയമാക്കി ആത്മീയമായ സത്യത്തിന്റെ പ്രബോധനവും പരിജ്ഞാനവും തന്ന് ജീവന്റെ മാർഗത്തിൽ നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. ഇത് ഓരോ ദിവസവും ആത്മീയ ജീവിതത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി നമ്മെ ആ ജീവന്റെ പാതയിൽ പുഷ് ചെയ്യുന്ന ദൈവത്തിന്റെ കരമാണ്. പക്ഷെ ഓർക്കണം, ഈ കരം ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട കരമാണ്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായും നിങ്ങളുടെ അനന്തമായ ജീവന് കാരണമായ വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ദൈവത്തിന്റെ കരമാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. ഭൂമിക്ക് അടിസ്ഥാനമിട്ട ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത മഹത്വത്തോടെ ജ്ഞാനത്തോടെ ആകാശത്തെ വിരിച്ച ദൈവത്തിന്റെ കരമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവനിലും സത്യത്തിലും ദൈവത്തിന്റെ സ്വന്തമാക്കി തീർക്കാൻ ഓരോ ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. ഈ വിധത്തിൽ അത് കാണാൻ നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നമ്മൾ മുന്നേറുമ്പോൾ, സ്ഥിരമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അതിന്റെ പുറകിൽ നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ഒരു കരം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഓരോ ആത്മീയ ജീവിതത്തിന്റെ ഒരു ചെറിയ കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം. ഈ ദൈവത്തിന്റെ കരം
തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. Somehow forgot to mention it here. ആ വാക്യം എന്താ പറയുന്നത്? മൂന്നാണോ ശാശ്വത ഭുജങ്ങളെ കുറിച്ച് പറയുന്നത്. ഞാൻ നിന്നോട് 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ആ കരം നമുക്ക് കീഴെയുള്ള കരമാണ്. 33 എടുക്കാമോ? ആവർത്തന പുസ്തകം Deuteronomy chapter 33 ആണോ? 33 ആണ്. അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാരും അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവൻ തൃക്കാൽക്കൽ ഇരുന്ന് അവനിൽ നിന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു. അപ്പൊ സകല വിശുദ്ധന്മാർ എവിടെയായിരിക്കുന്നത്? ദൈവത്തിന്റെ കൈ. ദൈവത്തിന്റെ കൈ. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. മറ്റൊരു വാക്യത്തിൽ ആവർത്തനം തന്നെ പറയുന്ന മറ്റൊരു വാക്യം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ടെന്ന്. ദൈവത്തിന്റെ ശാശ്വതമായ ഭുജത്തിൽ ആണ് നമ്മളെ വഹിച്ചിരിക്കുന്നത്. യെശയ്യാ വിളിച്ചു പറയുന്ന മറ്റൊരു വാക്യം, നമ്മുടെ ഉള്ളം കരത്തിൽ അവൻ നമ്മളെ വരച്ചിരിക്കുന്നുവെന്ന്. There is a mark. ദൈവത്തിന്റെ കരത്തിൽ ഒരു മാർക്കുണ്ട്. നമ്മളെ ഓരോരുത്തരെയും വരച്ച ഒരു മാർക്കുണ്ട്. ഏതാ മാർക്ക് എന്നറിയാം? അവന്റെ കയ്യിൽ ഒരാടിപ്പാടുണ്ട്. നിങ്ങളെ വരച്ച മാർക്ക്, നിങ്ങളെ വരച്ച ദൈവത്തിന്റെ അടയാളമാണത്. എനിക്കും അങ്ങനെ തന്നെയായി. നമ്മളെ ഓർത്തില്ലായിരുന്നെങ്കിൽ അത് ചെയ്യുവായിരുന്നു. ഇന്ന് ആത്മവിശ്വാസത്തോടെ, ദൈവത്തിലുള്ള ആശ്രയത്തോടെ, വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ ഈ ദൈവത്തിന്റെ കരം നിങ്ങളെ ശക്തീകരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആത്മവിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ സത്യങ്ങൾ പര്യാപ്തമാണ്. ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഒരു വിഷയം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രംഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാം. എന്നെ അവിടുത്തെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നതിനാൽ നന്ദി പറയും. വിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, സത്യത്തില്, നീതിയില്, വിശുദ്ധിയില് കർത്താവിനെ അനുഗമിക്കാൻ അങ്ങ് സഹായിക്കും. സ്നേഹമുള്ള മാതാപിതാക്കളെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തെറ്റിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് ശിക്ഷണം നൽകി. ഞങ്ങളെ കൊല്ലാനല്ല, ജീവിപ്പിക്കാൻ പറ്റി. ശിക്ഷണം നൽകി ഞങ്ങളെ ജീവന്റെ പാതയിൽ നടത്തുന്ന അവരുടെ കരത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് എന്റെ ഹൃദയം ദൈവത്തിൽ ധൈര്യം പ്രാപിക്കാൻ, എന്റെ കീഴിലുള്ള ശാശ്വത ഭുജം അതൊരിക്കലും ഇളകിപ്പോകാത്തതാണ്. എനിക്ക് ഉറപ്പായി വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ ദൈവത്തിന്റെ കരത്തിൽ പിടിക്കണം എന്നുള്ളതിനേക്കാൾ ദൈവം എന്റെ കരത്തിൽ പിടിക്കണം എന്നതാണ്. ഒരു ഭക്തൻ പറഞ്ഞതാണ്, അങ്ങനെയാണ്. അത് ആത്മീയ ദൂതായി ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ദൈവത്തിന്റെ കരത്തിൽ പിടിക്കുന്നതല്ല നമ്മൾ വീഴാത്തതിന്റെ കാര്യം. ദൈവം നമ്മളെ പിടിക്കട്ടെ, തന്റെ കരം നമ്മളെ പിടിക്കട്ടെ. ആർക്കും അതിൽ നിന്ന് കുതിരച്ച് രക്ഷപ്പെടാനോ നമ്മളെ അപഹരിക്കാനോ കഴിയുകയില്ലെന്ന് വചനം പറയുന്നു. ദൈവം നമ്മുടെ കരത്തിൽ പിടിക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ. ആ ആശ്രയം എന്നിൽ കുറയരുത്. ശാശ്വതമായ ഈ ഭുജങ്ങളാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. പരിമിതികളില്ലാത്ത ദൈവത്തിന്റെ ഭുജം, ദൈവത്തിന്റെ കരം എന്നെ പിടിച്ചിരിക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയും. നിരമ്യാവിന് അങ്ങ് നൽകിയ ഉറപ്പ് പോലെ ഒരു വ്യക്തിപരമായ ഉറപ്പ് എന്റെ ഉള്ളത്തിൽ നൽകണം. ദൈവം എന്റെ കരത്തിൽ പിടിച്ചിരിക്കും.
ദൈവം എന്നോട് മൃദുവായി പറയുന്ന ആ സത്യം, ലുക്ക്, ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നു, എന്റെ കരങ്ങളിൽ പതിച്ചിരിക്കുന്നു. ആ ഉറപ്പ് എന്റെ ഹൃദയത്തിൽ എഴുതണമെന്ന് യേശു ക്രിസ്തുവിന്റെ